ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം. ആദ്യം കടുക് വറുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച മണം മാറുമ്പോൾ നമുക്ക് ക്യാരറ്റും സവാളയും ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. ചേർത്തിട്ട് ഇത് റോസ്റ്റഡ് റവ അല്ല, ഇത് സാധാരണ റവയാണ്. ഞാനിത് വറുത്തെടുത്തതാണ്. ഇത് വറുത്ത് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇത് വറുത്ത് എടുത്താൽ ഒട്ടിപ്പിടിക്കില്ല. ഞങ്ങൾക്ക് ഇന്ന് രാത്രിത്തെ ആഹാരം ഉപ്പുമാവാണ്. ഇതൊന്ന് കുറച്ച് ചൂടാവണം. ചൂടായിട്ട് വെള്ളം ഒഴിക്കുക. ഞാൻ 2 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം ചൂടാവണം. ചൂടായതിനു ശേഷം നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. നല്ല ചൂട് വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യും ചേർക്കാം. ഞാനിവിടെ നെയ്യൊന്നും ചേർക്കാറില്ല. ആവശ്യമാണെങ്കിൽ നെയ്യ് ചേർക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ നല്ലവണ്ണം കുറച്ച് അടച്ചു വയ്ക്കാം. വെള്ളം കുറച്ചുകൂടി ഒഴിക്കാം.
ഇനി കുറച്ച് തേങ്ങ ചിരണ്ടി കുറച്ച് തേങ്ങയും കൂടെ ചേർക്കണം. തീ വളരെ കുറച്ചേ വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിയും. അത് തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് ഇളക്കി കൊടുക്കാനും. അടച്ചു വയ്ക്കുമ്പോഴും എല്ലാം തീ കുറച്ച് വയ്ക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി. ഞാൻ ഇത് നല്ല ചൂട് വെള്ളം 2 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ്. അപ്പം കറക്റ്റ് വെള്ളം കറക്റ്റാണ്. നല്ല മണം വന്നോളെ ഉപ്പുമാവിന്. ഇത് നല്ലൊരു മണമാണ് ഇതിന്. എൻ്റെ മോക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മോളിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. മോളെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.